ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വചനഭാഗം വായിക്കുന്നു. റോമാലേഖനം 11 33 തിരുവെഴുത്ത്. ഹാ, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് ദൈവത്തിൻ്റെ ധനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് ദൈവത്തിൻ്റെ ധനം എന്നൊരു വാക്കുകൂടി ഉപയോഗിക്കപ്പെടുന്നത്? ധനം, റിച്ചസ് എന്ന ദൈവത്തിൻ്റെ അളവറ്റ സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. നമുക്ക് ചില വചനഭാഗങ്ങൾ നോക്കുമ്പോൾ എഫെസ്യലേഖനം 1:7 കൃപയുടെ ധനത്തെക്കുറിച്ച് പറയുന്നു. എഫെസ്യലേഖനം 2:4 കരുണയുടെ ധനത്തെക്കുറിച്ച് പറയുന്നു. ഫിലിപ്പിയലേഖനം 4:19 മഹത്വത്തിൻ്റെ ധനത്തെക്കുറിച്ച് പറയുന്നു. റോമാലേഖനം 2:4 സഹിഷ്ണുതയുടെ ധനത്തെക്കുറിച്ച് പറയുന്നു. എഫെസ്യലേഖനം 3:8 ക്രിസ്തുവിൻ്റെ അളവറ്റ സമ്പത്തിനെ കുറിച്ച് പറയുന്നു. ആയതിനാൽ ദൈവത്തിൻ്റെ ധനം തീരുന്നില്ല. ലോകത്തിൻ്റെ ധനം പങ്കിട്ടാൽ കുറയും. എന്നാൽ ദൈവത്തിൻ്റെ ധനം പങ്കുവെച്ചാൽ കൂടുതൽ ആളുകളിലേക്ക് ഒഴുകും. പക്ഷെ അതൊരിക്കലും കുറവുണ്ടാകുകയില്ല. ദൈവം നമ്മളോട് ക്ഷമിക്കുന്നു, എങ്കിലും ക്ഷമ തീരുന്നില്ല. ദൈവം നമുക്ക് കൃപ നൽകുന്നു, എങ്കിലും കൃപ കുറയുന്നില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു, എങ്കിലും അവൻ്റെ ഭണ്ഡാരം ശൂന്യമാകുന്നില്ല. പ്രിയരെ, ദൈവത്തിൻ്റെ ധനത്തിൻ്റെ അത്രയും മഹത്വം മറ്റൊന്നുമില്ല. ലോകത്തിലെ എല്ലാ ധനങ്ങളും സമ്പത്തും ഒക്കെയും തീർന്നു പോകുമ്പോൾ തീർന്നു പോകാത്ത നിക്ഷേപവും പഴകിപ്പോകാത്ത മടിശീലയുമുള്ളവനാണ് ദൈവം. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആഴം, സമ്പത്ത് പോലെ തന്നെ ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ ജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡം എന്ന അറിവ് ഇവിടെ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം? ദൈവം സകല സൃഷ്ടിയെ ജ്ഞാനത്തോടെയാണ് സൃഷ്ടിച്ചത്. അതുപോലെ ജ്ഞാനത്തോടെയാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികളെല്ലാം ഒരുക്കപ്പെട്ടത്. അതുപോലെ തൻ്റെ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തോടെയാണ്. അതുപോലെ ദൈവം ചരിത്രത്തെ നിയന്ത്രിക്കുന്നതായിട്ട് കാണുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ എത്ര ചിന്തിച്ചാലും അതിൻ്റെ ആഴങ്ങൾ അതിഭയങ്കരമാണ്. ദൈവത്തിൻ്റെ അറിവിൻ്റെ ആഴം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആഴം എന്ന് പറയുന്നത് സമുദ്രത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ആഴമെന്ന വാക്ക് കേൾക്കുമ്പോഴൊക്കെയും ഏതെങ്കിലും സമുദ്രത്തിൻ്റെ അടിത്തട്ടോ അല്ലെങ്കിൽ നദിയുടെ അടിത്തട്ടോ അങ്ങനെയുള്ള ചില ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആഴങ്ങൾ എന്ന് പറയുമ്പോൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിന് ഒരു എൻഡിങ് ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആഴത്തിന് ഒരു എൻഡിങ് ഇല്ല. കാര്യം അത്ര ആഴത്തിലുള്ളതാണ് ആ ദൈവത്തിൻ്റെ പദ്ധതിയും സ്നേഹവും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിന് അടിത്തട്ടില്ല. അതുപോലെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് അതിരുകളില്ല. അതുപോലെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് പരിധിയില്ല. അതുപോലെ ദൈവത്തിൻ്റെ അറിവിന് അവസാനമില്ല. നാം എത്ര പഠിച്ചാലും ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. കാര്യം അവൻ്റെ ന്യായവിധികൾ അപ്രമേയമാണ്. അപ്രമേയമായ ന്യായവിധി ചെയ്യുന്നവൻ, നടത്തുന്നവനാണ് ദൈവം. എത്ര വലിയവനായ ദൈവം! ആ വലിയവനായ ദൈവത്തിൻ്റെ പദ്ധതികളെയാണ് നമുക്ക് ഈ വചനങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നത്. തൻ്റെ പ്രവർത്തന മേഖലകൾ നോക്കുമ്പോൾ എത്രയെത്ര മഹത്വരമായ കാര്യങ്ങളാണ് ദൈവം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ധനവും ദൈവത്തിൻ്റെ ധനവും, നമ്മുടെ ജ്ഞാനവും ദൈവത്തിൻ്റെ ജ്ഞാനവും, ദൈവത്തിൻ്റെ അപ്രമേയമായ അറിവിൻ്റെ ആ ഭണ്ഡാരവും നമ്മുടേതായിട്ടുള്ള ഭണ്ഡാരങ്ങളുമൊക്കെ എത്ര വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യൻ ശേഖരിക്കുന്ന പണം, മനുഷ്യൻ്റെ സ്വത്ത്, അവൻ്റെ പ്രശസ്തി, അധികാരം, ഇതെല്ലാം ഒരു ലിമിറ്റേഷനുണ്ട്. അത് കഴിയുമ്പോൾ അത് അവസാനിക്കും.
എന്നാൽ ദൈവം നൽകുന്ന ഒന്നിനും ഒരു അവസാനമില്ല. അവൻ സമാധാനം തരുന്നു, അതിന് അവസാനമില്ല. അവൻ നീതി തരുന്നു, അതിന് അവസാനമില്ല. അവൻ്റെ വിശുദ്ധി, അവൻ്റെ സ്നേഹം, അവൻ്റെ നിത്യജീവൻ, ഇതിനൊന്നിനും ഒരു അവസാനമില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ആ പദ്ധതികളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യമാണ്. ഇന്ന് പ്രിയരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ആത്മീയമായ ദൈവ പദ്ധതികളെക്കുറിച്ച് വലിയൊരു തിരിച്ചറിവുണ്ടായിട്ട് ദൈവ വിഷയമായി സമ്പന്നരാകുവാൻ നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിലെ സമ്പത്തെല്ലാം നമുക്ക് തീർന്നു പോകുന്നതാണ്. തീർന്നു പോവാത്ത ആ ദൈവിക സമ്പത്ത് പ്രാപിക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉന്നതമായ ആത്മീയ ചിന്തകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവികീയമായ ഈ വലിയ പദ്ധതി ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടവരണേ. ദൈവിക സമ്പത്തിൻ്റെ അനുഭവം ഓരോരുത്തർക്കും മനസ്സിലാക്കി കൊടുക്കാൻ ഇടവരണേ. ദൈവരാജ്യത്തിൽ എല്ലാവരും ശ്രേഷ്ഠരായി തീരുവാനിടവരട്ടെ. ദൈവിക സമ്പത്ത് കൊണ്ട് നിറയുവാൻ ഇടവരട്ടെ. അനുഗ്രഹിച്ചാൽ കൃപയിൽ മറയ്ക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.